ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് നമ്മളെടുത്തു. എന്നിട്ട് അതിൻ്റെ ആ പൾപ്പെല്ലാം ഒന്ന് മാറ്റി ഒന്ന് പിഴിഞ്ഞെടുക്കുക. നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ പിഴിഞ്ഞെടുത്ത ജിഞ്ചറിൻ്റെ ആ കൊത്ത് നമ്മൾ ഈ പാനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി ഒരു ബ്രൗൺ കളറായി ഒക്കെ ഒന്ന് വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഈ കളറൊക്കെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രൗൺ കളറായിട്ട് വന്നു. ഇത് ഒരു പാനിലേക്ക് മാറ്റുക. ഇതിനിയും നമ്മൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് മുന്നേ നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് നമുക്ക് വെക്കണം. പുളിയുടെ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി നമ്മൾ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. ഈ നമ്മുടെ വഴഞ്ഞ് വന്ന നമ്മുടെ ജിഞ്ചർ വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കണം. ഇനി അടുത്ത പരിപാടി പിന്നെയും ഗ്യാസ് കത്തിക്കുക, പാൻ വെക്കുക, അടുപ്പിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാവണം ഉള്ളി. പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മുടെ ഇഞ്ചിയുടെ ഒരു മിക്സ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിക്ക് എരിവുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാവൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് നമ്മുടെ പുളി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ഇതുപോലെ ഇഞ്ചിയുടെ വെള്ളം ഇതുപോലെ കുപ്പിയിലൊക്കെ ആക്കി വെക്കും എന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഞ്ചിക്കറി ഇപ്പോൾ ഇവിടെ റെഡിയായി. നല്ലടുത്ത ഇളയൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.